ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട ഒരു ന്യൂസുമായിട്ട് വന്നിട്ടുള്ളത്. കേരള ബ്ലാസ്റ്റേഴ്സ് ISL 16 സീസണിൽ ഒരു മോശം പെർഫോമൻസിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിൽ പക്കയായി പെർഫോം ചെയ്യുന്ന ഒരു മേഖലയുണ്ട്. അത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അറ്റാക്കിംഗ് നിരയാണ്. അത് ഈ ഒരു സീസൺ നമ്മൾ ടീമിൻ്റെ പെർഫോമൻസ് മോശമാകുമ്പോൾ നമ്മൾ അറ്റാക്കിങ്ങിനെ കുറിച്ച് ഈ വർഷം ചർച്ച ചെയ്യാതെ പോവുകയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ അറ്റാക്കിംഗ് നിരയുടെ പെർഫോമൻസ് ഈ വർഷം ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ്. ഈ വർഷം ബ്ലാസ്റ്റേഴ്സ് 17 ഗോളുകൾ വഴങ്ങിയപ്പോൾ 15 ഗോളുകളാണ് ബ്ലാസ്റ്റേഴ്സ് ഇതിനോടകം നേടിയിട്ടുള്ളത്. ടോപ്പ് 6ലുള്ള മറ്റു പല ടീമുകളും ഇതുവരെ 15 ഗോൾ പോലും എത്തിയിട്ടില്ല. അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് സീസണിൽ പോയിന്റ് ടേബിളിൽ 10ാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ ബ്ലാസ്റ്റേഴ്സ് ഇതിനോടകം 15 ഗോളുകൾ വഴങ്ങി അടിച്ചിട്ടുള്ളത്. 17 ഗോളുകൾ വഴങ്ങിയിട്ടുണ്ട് ഈ സീസണിൽ. അത് തന്നെയാണ് ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സിനെ പിന്നോട്ട് വലിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. എല്ലാ സീസണിലും ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്ട്രൈക്കർമാർ പെർഫോം ചെയ്യാൻ ബുദ്ധിമുട്ടുമ്പോൾ ഈ സീസണിലെ ബ്ലാസ്റ്റേഴ്സിലെ സ്ട്രൈക്കറായ ജീസസ് ജിമിനസിൻ്റെ പെർഫോമൻസ് എടുത്തു പറഞ്ഞേ പറ്റൂ. 10 കളികളിൽ നിന്നും 7 ഗോളുകൾ ഇതിനോടകം സ്വന്തമാക്കി കഴിഞ്ഞു ജീസസ്. ഇതിൽ കൂടുതൽ ഗോളുകൾ ജീസസ് സ്കോർ ചെയ്തതിനും ബാർ ചതിച്ചില്ല എന്നുണ്ടെങ്കിൽ 10 ഗോളുകൾ ഇതിനോടകം സ്വന്തമാക്കി ജീസസ് കഴിഞ്ഞ വർഷത്തെ ഡിമിയേക്കാൾ സൂപ്പർ പെർഫോമൻസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഡിമി കഴിഞ്ഞ സീസണിൽ 6 കളി കഴിഞ്ഞിട്ടാണ് ഫസ്റ്റ് ഗോൾ വന്നത്. ജീസസ് ആവട്ടെ 10 കളികളിൽ നിന്ന് ഇതിനോടകം 7 ഗോളുകൾ സ്വന്തമാക്കി കഴിഞ്ഞു. അതേപോലെ തന്നെയാണ് നഹാസുദയും ഗോവയിൽ പെർഫോം ചെയ്തിരുന്ന അതിനെക്കാട്ടി മികവിൽ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിലും പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നീട് ലൂണയുടെ പെർഫോമൻസ് ആയാലും കഴിഞ്ഞ 2 കളികളിലായിട്ട് ലൂണയുടെ പെർഫോമൻസ് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ലൂണ ഇതിനോടകം 2 അസിസ്റ്റുകൾ സ്വന്തമായി കഴിഞ്ഞു. പിന്നീട് നമ്മളുടെ ഇന്ത്യൻ പ്ലേയേഴ്സ് കോറോ സിംഗിൻ്റെ പെർഫോമൻസ് എടുത്തു പറയണം. കോറോ സിംഗ് 2 കളികളിൽ 2 അസിസ്റ്റുകൾ സ്വന്തമായി കഴിഞ്ഞു. നമ്മളുടെ ഇന്ത്യൻ പ്ലേയേഴ്സ് രാഹുൽ മാത്രമാണ് ഈ സീസണിൽ ഒരു ഇന്ത്യൻ ഗോൾ സ്കോറർ വന്നിട്ടുള്ളത്. നമ്മളുടെ അറ്റാക്കിംഗ് നിര കഴിഞ്ഞ നമ്മളുടെ ഇവാൻ മുക്കോവനോവിച്ചുള്ള സീസണിലെ ഫസ്റ്റ് സീസണുമായി കമ്പയർ ചെയ്യുമ്പോൾ അതേ സ്ട്രോങ് ആണ് ഈ സീസണിലുള്ള ഡയസ് അൽവാരോ കോമ്പോ ഉണ്ടായിരുന്ന പോലെ തന്നെയാണ് ഈ വർഷത്തെ നമ്മളുടെ അറ്റാക്കിംഗ് കോമ്പോ ഉണ്ടായിരുന്നു. ഈ വർഷത്തെ നമുക്ക് ആ സീസണിൽ നമുക്ക് ഏഷ്യൻ പ്ലെയർ ചെഞ്ചോ ചെറിയൊരു മോശം പെർഫോമൻസ് ആണെങ്കിലും ഈ വർഷത്തെ പെപ്രയുടെ പെർഫോമൻസ് എടുത്തു പറയണം. പെപ്ര ഇതിനോടകം 3 ഗോളുകൾ സ്വന്തമായി കഴിഞ്ഞു. നമുക്ക് കൂടുതൽ വേണ്ടത് ഈ സീസണിലെ ഡിഫൻസ് ശ്രദ്ധിക്കാനുള്ള പ്ലേയേഴ്സാണ് വേണ്ടത്. അത് ജനുവരിയിൽ പ്ലേയേഴ്സ് സൈൻ ചെയ്യും തന്നെ പ്രതീക്ഷിക്കുന്നു.